ഹായ്, ഡെന്നിസ് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മനക്കച്ചിറയിൽ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വരും, നമുക്ക് കാണാം. വളരെ ബുദ്ധിമുട്ടിയാണ് ഇങ്ങോട്ട് കയറുന്നത്. ഗേറ്റ് മാത്രമേ പൂട്ടിയിട്ടിട്ടുള്ളൂ, ബാക്കിയൊന്നും ലോക്കല്ല. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് കൗണ്ടറിലൊക്കെ കുറേ സോഡാ കുപ്പിയും കാര്യങ്ങളും ഇരിപ്പുണ്ട്. ടിക്കറ്റ് കൗണ്ടറൊന്നും പൂട്ടിയിട്ടില്ല, പൂട്ടുകളൊക്കെ തകർത്ത നിലയിൽ തന്നെയാണ് ഉള്ളത്. ഒരു കിണർ ഇവിടെയുണ്ട്. അത്യാവശ്യം വെള്ളമുള്ള ഒരു കിണറൊക്കെ തന്നെയാണ്. ഒരു മോട്ടറും ഘടിപ്പിച്ചിട്ടുണ്ട്. മാത്യു ടി തോമസ് MLA ആയിരിക്കുന്ന സമയത്ത് പണി കഴിപ്പിച്ച പാർക്കാണ് നമ്മൾ ഈ കാണുന്ന പാർക്ക്. ഇപ്പം മുഴുവൻ കാടും കരിയിലെയും പടലമായിട്ട് കിടക്കുകയാണ്. ഇവിടെയൊക്കെ നേരത്തെ പിള്ളേരെയും കൊണ്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പം ഇവിടെ മൊത്തം പോയി കിടക്കുകയാണ്. മണിമലയാറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മലക്കച്ചിറ ജംഗ്ഷനിലുള്ള ഒരു പാർക്ക്, കവീർ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള പാർക്കാണിത്. ഇവിടെ രണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ലക്ഷങ്ങൾ മുടക്കി പണി കഴിപ്പിച്ച സാധനങ്ങളാണ് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത്. ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ ആണെങ്കിലും മുഴുവൻ തുരുമ്പും കാര്യങ്ങളൊക്കെ കയറി മുഴുവൻ പോയി കിടക്കുകയാണ്. ഇത് മുഴുവൻ തുരുമ്പാണ്. തുരുമ്പായിട്ട് മുഴുവൻ പോയി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇരുന്ന് ആടാനുള്ള ഊഞ്ഞാലുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതെല്ലാം പെയിന്റ് അടിച്ചൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ വന്ന് ഈ അവധിക്കാല സമയത്തൊക്കെ ഒന്ന് കളിക്കാനാണെങ്കിലും പറ്റുന്ന ഒരു പാർക്ക് തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പം ആരുടെ പ്രശ്നം കൊണ്ടാണെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും ഇങ്ങനെയൊരു സ്ഥലം ഇത് ഡെവലപ്പ് ചെയ്തെടുക്കണം. ചങ്ങലകളൊക്കെ തുരുമ്പിച്ചു തുടങ്ങി. അധികം വർഷമായിട്ടില്ല. എല്ലാ ചെയറുകളും തുരുമ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണുന്നത് ഇളകിയിരിക്കുകയാണ് മുഴുവൻ. അത് ഇത്രയും സ്ഥലം ഉണ്ടായിട്ടും അത് ഒരു പാർക്കിന്റെ ലെവലിൽ വന്നിട്ടും അത് സൂക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു തെറ്റ് തന്നെയാണ്. ഊഞ്ഞാലുകളൊക്കെ ആണെങ്കിലും ചങ്ങലകളൊക്കെ തുരുമ്പിച്ചു, മുഴുവൻ കാട് കയറി കിടക്കുകയാണ്. പിള്ളേർക്കൊക്കെ കയറി നിരങ്ങി കളിക്കാനൊക്കെ പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് നിരങ്ങി കളിക്കാനുള്ള ഒരു സംഭവം. അതെല്ലാം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം പോയി കിടക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ആട്ട് കസേര ഇതെല്ലാം തുരുമ്പിച്ച് ചങ്ങലകളൊക്കെ പൊട്ടാറായിരിക്കുന്നു. മുഴുവൻ കാടാണ് ഇവിടെ. ആട്ടൂഞ്ഞാല് ഇപ്പം ഇവിടെ ഇങ്ങനെ പിള്ളേർക്കൊക്കെ കയറി കളിക്കുവാനും ഒക്കെ ഇങ്ങനെ നല്ല സ്ഥലങ്ങളാണ്. ഇതാണ് ഇപ്പുറത്തെ ഫ്ലാറ്റുകളൊക്കെ ആണെങ്കിലും ഉണ്ട്. ആ ഫ്ലാറ്റുകളിലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇവിടെ വന്ന് കളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ്. ABD അക്ഷരങ്ങൾ പോലെ പിള്ളേർക്ക് സ്റ്റെപ്പുകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെ. ഇനി മുന്നോട്ട് പോയി നോക്കാം എന്താവും അവസ്ഥയെന്ന്. ഇതൊക്കെ ആടി കളിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ്. വേസ്റ്റുകളൊക്കെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. ഇവിടെ ചുറ്റും നല്ല കാടും പടലവുമായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇത് കണ്ടോ? ഇത് കാട് കയറി നല്ല നല്ല സാധനങ്ങളൊക്കെ കാട് കയറി വളരെ ശോചനീയമായ ഒരവസ്ഥ. നമ്മുടെ കവിയൂര് തന്നെയാണ് ഇത് സംഭവിക്കുമെന്നൊന്ന് ഓർത്തു കഴിഞ്ഞപ്പോൾ. കവിയൂരെ നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് കാണിച്ച് ഒരു പാർക്ക് നല്ല രീതിയിൽ തന്നെ കാണിക്കണമെന്ന് ഉദ്ദേശിച്ച് വന്നതാണ്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പം ഇതൊക്കെയാണെങ്കിൽ പിള്ളേർക്കൊക്കെ ഇരുന്ന് കളിക്കാൻ നല്ല സാധനങ്ങളൊക്കെയാണ്
നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് സൂക്ഷിക്കാനുള്ള ഒരു സന്മനസ്സോടെ കാണിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. എല്ലാം കമ്പും കാടും എല്ലാമായിട്ട് ഭയങ്കര ഇതായിട്ട് കിടക്കുകയാണ്. ആദ്യം തന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഇതൊന്ന് ആദ്യം ഒന്ന് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി രസം ഒന്ന് വൃത്തിയാക്കിയെങ്കിലും ഇട്ടാൽ മതി. ടിക്കറ്റ് കൗണ്ടറൊക്കെ പിന്നെ റെഡിയാക്കിയാലും കുഴപ്പമില്ല. ഇതൊന്ന് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇത്രയും സ്ഥലം വെറുതെ പോകുന്നു. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വലിയ പ്രത്യേകത. ഇപ്പുറത്ത് മണിമലയാറാണ് സ്ഥിതി ചെയ്യുന്നത്. മണിമലയാറിൻ്റെ തീരവും SNDP യോഗം നടക്കുന്ന സ്ഥലവുമാണ് ഇപ്പുറത്ത് കാണുന്നത്. നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും ഒക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇതൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല ചിത്രങ്ങളൊക്കെ വരച്ചിരുന്നത് അതെല്ലാം മാഞ്ഞ് പായലും പിടിച്ച് ഭയങ്കരമായ ശോചനീയ അവസ്ഥയിലാണ് ഇവിടെ കിടക്കുന്നത്. ഈ ഒരവസ്ഥ അധികാരികൾ കാണണം. അതുവരെ നിങ്ങളിത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഡെന്നിസ് ടോക്കിന് വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് മനക്കച്ചിറ പാലം. മനക്കച്ചിറ പാലത്തിൽ നിന്ന് വള്ളംകുളം കുറ്റൂർ ഭാഗത്തേക്ക് പോകുന്ന പാലമാണിത്. ഇവിടെയാണ് ശ്രീനാരായണ ഗുരു കൺവെൻഷൻ നടക്കുന്നത്. ഇവിടെ ആറിൻ്റെ തീരം തന്നെയാണ്. ഈ മനക്കച്ചിറ പാലത്തിൻ്റെ ഒരു 200 മീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 200 മീറ്റർ ഏകദേശം വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ പാർക്കിനുള്ളത്. ഈ പാർക്കിൽ ഇനി വരും തലമുറയ്ക്കെങ്കിലും ഇവിടെ വന്നിരുന്നൊന്ന് ശുദ്ധവായും കാര്യങ്ങളൊക്കെ ശ്വസിച്ച് ഇവിടെ ഒന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ. ചില നല്ല പാർക്കുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് നല്ല ബിസിനസ്സുകാരൊക്കെ സ്പോൺസർ ചെയ്ത് പല കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത്. അവർക്ക് അധികാരത്തിന് വേണ്ടിയില്ല, അവരുടെ ഒരു ബോർഡ് ചെയ്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ള ഒരു സജഷൻ, ഒന്നിയിൽ അവരെ ഏൽപ്പിക്കുക ഇതുകൂട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിൻ്റനൻസ് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇതിനൊരു തീരുമാനമെടുത്ത് നല്ല രീതിയിൽ ഈ പാർക്ക് കൊണ്ടുവരിക. എനിക്കും എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വന്ന് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അധികാരികൾ കണ്ണു തുറക്കണം. അതാണ് ഡെന്നിസ് ടോക്കിന് പറയാനുള്ളത്. അധികാരികൾ ഇതൊന്ന് കാണണം. ഇത് കണ്ടിട്ട് ഇതിന് വേണ്ട സൊല്യൂഷൻ നിങ്ങൾ എന്തായാലും ചെയ്യണം. സമൂഹം മൊത്തം കൂടിക്കൊഴിയുന്നു. നിങ്ങൾ ആരെങ്കിലും വന്ന് ഈ പാർക്കുകളൊക്കെ ഒന്ന് സന്ദർശിച്ച് ഇത് കണ്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കറിയാവുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഈ കമൻ്റായിട്ട് ഇടുകയും ഇതെങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള കമൻസിലൂടെ അറിയിക്കുകയും ചെയ്യണം എന്ന് മാത്രമേ ഡെന്നിസ് ടോക്സിന് പറയാനുള്ളൂ. ഈ പാർക്ക് ഇനോഗ്രേഷൻ ചെയ്തത് 2013-ലാണ്. 2013-ൽ മല്ലപ്പള്ളി ബ്ലോക്കിൻ്റെ അധീനതയിലാണ് ഈ പാർക്ക് ഇവിടെ സ്ഥാപിതമായത്. ഈ പാർക്ക് നല്ല രീതിയിലൊന്ന് വികസിപ്പിച്ചെടുത്ത് പിള്ളേർക്കെല്ലാം കളിക്കുന്ന യോഗ്യമാക്കി തീർക്കുവാൻ വേണ്ടി ഈ പാർക്ക് റെഡിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുമായി ഞാൻ വിടവാങ്ങുന്നു. അതുവരേക്കും സൈനിങ് ഓഫ് ബൈ ഡെന്നിസ്.